നമസ്കാരം. ഓ ഓ ഓ ഹരിനാമ കീർത്തനം ശ്ലോകം 11 പാരായണം ചെയ്യാം. ശ്ലോകം 11. എൻ പാപമൊക്കെയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള വംഭോരുഹാക്ഷഹരി നാരായണായ നമ. 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 ഓം നമോ നാരായണായ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ മുഴുവൻ പട്ടികകളും ചിത്രഗുപ്തൻ എഴുതി വയ്ക്കുമെന്നും ആ കർമ്മങ്ങളിൽ നിന്ന് പുണ്യകർമ്മങ്ങളെ മാറ്റി പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷ ധർമ്മരാജാവ് വിധിക്കുമെന്നുള്ള പുരാണ സങ്കല്പമാണ് ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ചിത്രഗുപ്തനാണ് ഇതിൻ്റെയൊക്കെ കണക്കെഴുതിയിട്ട് പുണ്യവും പാപവും ഒക്കെ വേർതിരിച്ച് ശിക്ഷ കണക്കാക്കുന്നത്. ദേഹിക്ക് യാതനാദേഹത്തിൽ ആ കർമ്മഫലം അനുഭവിക്കണമെന്നും അതിനുശേഷം നല്ല കർമ്മങ്ങളുടെ തോത് അനുസരിച്ചുള്ള ഉയർച്ച കിട്ടുമെന്നുമാണ് വിശ്വാസം. മനുഷ്യൻ പരിപൂർണതയെ സാക്ഷാത്കരിക്കുന്നതിന് പല പടികളും കടക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ കർമ്മബന്ധം വിട്ടുള്ള വികാസ ദശകളുമാണ്. ആ വിവിധ ശ്രേണികളെല്ലാം വിവിധ ലോകങ്ങളായിട്ടാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ കഴിയുന്ന ആളുകൾ തന്നെ അവരുടെ സംസ്കാരത്തിൻ്റെ നിലവാരം അനുസരിച്ച് വിഭിന്ന ശ്രേണികളിൽ നിൽക്കുന്നവരാണ്. ഇവിടെ ദേവാസുരന്മാരെയും ഉപദേവന്മാരെയുമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ആ ലോകങ്ങൾ അദൃശ്യ ലോകങ്ങളാണല്ലോ. 7ഉം 14ഉം 49ഉമൊക്കെയായി 7ൻ്റെ ഗുണിതങ്ങളായും സ്വർഗം, ഭൂമി, പാതാളമെന്ന് 3ആയും ലോകങ്ങളുടെ എണ്ണം പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ ലൗകികമായ ബന്ധം വിട്ട് ഉയർന്നെത്തുന്നതും ലൗകിക സുഖാസക്തിയേറി താഴ്ന്നു ചെന്ന് ചേരുന്നതുമായ അവസ്ഥാവിശേഷങ്ങളാണ്. ദേഹിയോടുകൂടിയ ദേഹത്തിന് വന്നു ചേരുന്ന കൗമാരാദികൾ പോലെ സൂക്ഷ്മ കാരണദേഹങ്ങളോട് ചേർന്ന ദേഹിക്കും പല അവസ്ഥകൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്ന സൂക്ഷ്മലോകങ്ങൾ. നമ്മുടെ അന്ധക്കരണത്തിൻ്റെ മണ്ഡലങ്ങൾ തന്നെ വിഭിന്നങ്ങളാണ്. അന്ധക്കരണം 4ഉണ്ട്. 4 തന്നെ വ്യക്തികളും. വ്യക്തികൾ തമ്മിലുള്ള പ്രത്യേകത വെച്ച് എത്രയോ തരമായി തിരിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചിത്രഗുപ്തൻ ഒരിടത്തിരുന്ന് പുണ്യപാപങ്ങൾ കുറിക്കുന്നു.
ധർമ്മരാജാവ് പരേതൻ്റെ പുണ്യപാപങ്ങൾ വായിച്ചു കേട്ട് പാപത്തിന് തക്ക ശിക്ഷ ദേഹിക്ക് നൽകുന്നു. ഇത് പ്രതിരൂപാത്മകമായ ഒരു സങ്കല്പമാവാനേ തരമുള്ളൂ. അപ്പോൾ ഈ ചിത്രഗുപ്തനും ധർമ്മപതിയും പുണ്യപാപങ്ങളുടെ കണക്ക് കുറിക്കലും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ജീവിതം ഒരു വൃത്തമായി സങ്കല്പിക്കുക. ആ വൃത്തത്തിന് 4 ഭാഗങ്ങളുമുണ്ട് എന്ന് കരുതുക. അവ ക്രമേണ സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്ന് നമുക്ക് തിരിക്കാം, 4ആയി തിരിക്കാം. ജീവിതത്തെ 4ആയി ഭാഗിക്കുമ്പോൾ 2 അച്ചുതണ്ടുകളും 4 ധ്രുവങ്ങളും കിട്ടും. ജീവിതത്തിൻ്റെ ധനാത്മകമായ ധ്രുവമാണ് ഈ ബാഹ്യലോകം. അതിൻ്റെ ഋണാത്മകമായ ധ്രുവമാണ് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മലോകം. സ്ഥൂലലോകം സൂക്ഷ്മലോകത്തിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ്, അഥവാ കൂടുതൽ സത്യമായിട്ടുള്ളത്. ഈ ഋണാത്മകമായ ധ്രുവമാണ് കൂടുതൽ സത്യമായിട്ടുള്ളത്. ബാഹ്യപ്രപഞ്ചമായി അതിലെ എല്ലാ വസ്തുക്കളും കർമ്മങ്ങളുമായി പ്രകാശിക്കുന്ന ചിത്തവൃത്തി അതേസമയം ആഭ്യന്തരമാണ്. അതായത് സൂക്ഷ്മദേഹത്തിലെ ദേഹിയുടെ വികൽപ്പങ്ങളും സങ്കല്പങ്ങളുമാണ് സ്ഥൂലലോകം എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആശയരൂപത്തിൽ കുറിക്കപ്പെടുന്നതെല്ലാം ചിത്രഗുപ്തൻ്റെ കണക്കെഴുത്തുകളാണ്. അവിടെ കുറിക്കപ്പെടാത്തതൊന്നും വെളിയിൽ പ്രകാശിക്കുന്നില്ല. ഗോപനം ചെയ്യപ്പെട്ട ചിത്രം വൈവിധ്യവും നാനാത്വവുമാണല്ലോ അത്. നമ്മുടെ ബോധതലത്തിലെ വികൽപ്പങ്ങൾ തന്നെയാണ് അപ്പോൾ ചിത്രഗുപ്തനുടെ ലിഖിതങ്ങളെന്ന് വരുന്നു. ഇനി ധർമ്മപതി ആരാണ്? യമധർമ്മൻ. യമധർമ്മനാണല്ലോ ധർമ്മപതി. ധർമ്മരാജാവ്, സൂര്യപുത്രൻ എന്നെല്ലാം ധർമ്മപതിക്ക് വേറെ പേരുകളുമുണ്ട്. ആ നാമങ്ങളെല്ലാം സാന്ദ്രാർത്ഥങ്ങളുമാണ്. ധർമ്മത്തിൻ്റെ പതിയാണല്ലോ ധർമ്മപതി. ധർമ്മം എന്താണ്? ധാരണാധർമ്മമിത്യാഹു ധർമ്മോദ്ധാരയതി പ്രജ എന്നാണ് മഹാഭാരതം ധർമ്മത്തെ നിർവചിച്ചിരിക്കുന്നത്. ധരിക്കുന്നതാണ് ധർമ്മം. ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒന്നെന്നുള്ള അനുഭവം ഉണ്ടാക്കാൻ വേണ്ട അന്തർവികാസം കൈവരുത്തുന്ന ആത്മഗുണങ്ങളുടെ ഒരു സമവായമാണ് ധർമ്മം. എല്ലാറ്റിനെയും ഒന്നെന്ന് കാണിച്ചു തരുന്നത് ബോധമാണ്. ആ ബോധം തന്നെയാണ് ധർമ്മത്തിൻ്റെ പതി. അനുപ്രസ്ഥമായ ജീവിതത്തിൻ്റെ ഋണാത്മകമായ ആശയങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും സദസത്തുക്കളായി വേർതിരിക്കുന്ന ബുദ്ധി തന്നെയാണ് ചിത്രഗുപ്തൻ. സദസദ്വിജയനത്തിൽ അസത്തിനെപ്പറ്റി ബോധമുണ്ടായി തപിക്കുന്നത് പാപത്തിന് ധർമ്മദേവൻ വിധിക്കുന്ന ശിക്ഷയുമാണ്. സച്ചിന്തകളുടെ സാരമാണ് സംസ്കാര രൂപേണ വാസനയായിത്തീരുന്നത്. ഇതനുസരിച്ചായിരിക്കും ആത്മാവിന് ഭാവിയിൽ വികാസഹ്രാസങ്ങൾ ഉണ്ടാകുന്നത്. വികാസഹ്രാസങ്ങൾ കേവലം വ്യാവഹാരികം മാത്രമാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നിർഗുണമായ ആത്മാവിനെ ഒന്നും തന്നെ ബാധിക്കുകയില്ലല്ലോ. ധർമ്മരാജാവ് എൻ പക്കലുള്ള ദുരിതം പാർത്ത് കാണുമളവ് ഹരിനാരായണൻ തന്നെ ശരണമായിത്തീരണമെന്നാണ് പ്രാർത്ഥന. ബോധമണ്ഡലത്തിൽ അസദ്വികാരങ്ങളും വിചാരങ്ങളും വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ അവയെല്ലാം മാറി കേവല ബോധമായ ഹരി തന്നെ അനുഭവ വിഷയമായി തീരണം. സഗുണാരാധനയുടെ പരമകാഷ്ഠ
നിർഗുണാരാധനയിലേക്ക് ചെല്ലും. അപ്പോൾ സദ്വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം മാറി വ്യക്തി സമഷ്ടി ബോധമായി മാറും. അതുവരെയുള്ള ഉത്കർഷാവസ്ഥ കൂടി ധ്വനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ശ്ലോകത്തിൽ. 11ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. എൻ പാപമൊക്കെയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള വംഭൂരുഹാക്ഷഹരി നാരായണായ നമഃ. നാരായണായ നമ 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.